ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ തലേ ദിവസവും എൻഗേജ്മെൻറ്റിൻ്റെ ദിവസത്തെയും വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. തലേ ദിവസം തന്നെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ബ്രദറാണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ പോയപ്പോൾ ഉണ്ടല്ലോ, ഉമ്മ, ആൻറ്റി അവരൊക്കെ വേറൊരു ഫാമിലിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് എത്തിയത് നമ്മളാണ്. അങ്ങനെ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാണ് എൻ്റെ ഒരു കസിനാണ് ഇട്ട് തരുന്നത്. എനിക്ക് മൈലാഞ്ചി ഇല്ലെങ്കിൽ ഫങ്ഷൻ ഒരു ഇൻകംപ്ലീറ്റ് ആയതുപോലെ. എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. സോ കസിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി മൈലാഞ്ചി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇട്ട് തരാണ്. ഓൾറെഡി നൈറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് ഉമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൈലാഞ്ചി ഇടാൻ നിന്നിട്ട് കുറച്ച് നേരം പോയി. ഞാൻ എന്തായാലും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മയും ബ്രദറും എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 കയ്യിലിട്ട മൈലാഞ്ചും നല്ല ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. നല്ല മഴ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ പോയി കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് എൻ്റെ ഉപ്പുപ്പാൻ്റെ വീട്ടിലാണ്. സോ ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് അവിടേക്ക് പോയി. അവിടെ പോയതിന് ശേഷം റെഡി ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. ഈ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസവും മഴയായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേയും ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ മഴ ആയതുകൊണ്ട് പുറത്തൊക്കെ ഭയങ്കര ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അടുത്ത ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴ കാരണം പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ എൻഗേജ്മെൻറ്റ് ഡേറ്റൊക്കെ സഡന്നായിട്ട് ഫിക്സ് ആക്കിയതാണ്. അങ്ങനെ കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും ചെക്കൻ്റെ സൈഡിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരും പോയി. പക്ഷേ ഫുൾ ഡേ മഴയായിരുന്നു. ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്. അതുകൊണ്ട് ഇറാഷിന് കുഴപ്പമൊന്നുമില്ല. കാരണം നോർമലി വന്നു പോകുന്ന വീടാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും ഈ വീടും ഒക്കെ അവന് നല്ല ഇഷ്ടമാണ്. നോർമലി വരുന്ന വീടല്ലേ, അതുകൊണ്ട് എനിക്കവിടെ പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ കരച്ചലോ അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് എനിക്കും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അവരൊക്കെ പോയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ വന്നു. ആയിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.